കൂടപ്പറപ്പിനൊരു തറ ചെങ്കളെ എന്താ സംഭവം എന്നറിയോ? എന്റെ പെങ്ങൾക്ക് ഒരു തറ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളാണ് തീരുമാനിച്ചു. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈറാക്കട്ടെ. പിന്നെ അവരാരെ കാര്യങ്ങൾ ഒരാളോട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അല്ലേ? പെങ്ങൾക്കായാലും നമുക്കൊരാൾ എന്തെങ്കിലും സംഗതികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളോട് നമ്മളെ കാര്യം സ്വയം കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പെങ്ങന്മാരെ കാര്യങ്ങൾ നമ്മളെ കുടുംബക്കാരെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് അല്ലേ? അത് നിങ്ങൾക്കായാലും എനിക്കായാലും ഒക്കെ ഒരേ മാതിരി തന്നെ. അപ്പൊ നമ്മളിങ്ങനെ ഇത്രയും പദ്ധതികൾ പല പദ്ധതികളും ചെയ്തു കൊടുക്കണമെങ്കിലും നമുക്ക് എന്റെ പെങ്ങൾക്ക് ഒരു തറ അല്ലെങ്കിൽ ഒരു തറ ഉണ്ടാക്കണമെന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പറയാൻ കുറെ ആലോചിച്ച് അവസാനം ഞാൻ പറയേണ്ട താമസമേ ഉള്ളൂ. മാഷാ അല്ലാഹ് ഇരു കയ്യും നീട്ടിയിട്ട് അതിനെന്താ ചങ്കെ പെട്ടെന്ന് കൈകാര്യം ചെയ്താണ്. ഇപ്പൊ പഞ്ചായത്തേക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ കല്ലുകൾ ഇവിടെ കുറച്ചിറക്കി, അതേമാതിരി കുറച്ചിറക്കി. അവരെ പെര ഇതാണ് പെര. ഇതുണ്ട്, ഇത് ടെമ്പററി ആയിട്ട് തൽക്കാലം ഉണ്ടാക്കിയൊരു പെരേന് ഒരു തറ വെച്ചു കൊടുത്താൽ തറായ പെരായി എന്നുള്ള കണക്ക്. അപ്പൊ നിങ്ങളോട് പറയാൻ എന്തായാലും വേണ്ടില്ല, തറേണ്ടത് നമ്മളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിൽ നിന്ന് കുറച്ച് കയറും ഏതായാലും ഇൻഷാ അല്ലാഹ്. കാരണം ഇവിടെ ഒരു മണ്ണ് പ്രദേശം ആയതുകൊണ്ട് ഒരു ഇതായതുകൊണ്ട് കുറച്ച് അത്യാവശ്യം നല്ല താത്തൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. തറക്ക് നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്, ആ ബഡ്ജറ്റ് എത്രയാണോ വരുന്നത് ആ ബഡ്ജറ്റിന്റെ അത്ര ആക്കി കൊടുക്കാന്നാണ് പ്ലാന്. നമ്മളെ ബോസ് ഉണ്ടല്ലോ, ബോസിനോട് നമ്മൾ ഈ കാര്യം അവതരിപ്പിച്ചേക്കാൻ അതിനെന്താന്നും പറഞ്ഞ് ഫുള്ള് സെറ്റാക്കാനുള്ള തീരുമാനങ്ങളിൽ എത്തിയപ്പോഴേ എന്താ പറയണ്ടേന്ന് അപ്പൊ എനിക്ക് എന്റെ കിളിയാണ്ട് പോയേക്കാം. സത്യം പറഞ്ഞാൽ ഞാനൊരു വോയിസ് പിന്നെ മൂപ്പരാക്കാണ്ടിട്ട് കരഞ്ഞിന്നല്ല, അതിന്റെ അപ്പുറം അല്ലാഹു ഇതിന്റെ തെക്കതായ പ്രതിഫലം അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം.